प्यारे बच्चों सालम ऑनलाइन हिंदी क्लास में सबका स्वागत करता हूं. എല്ലാ മക്കളും അടിപൊളിയല്ലേ? യെസ്, വളരെ പ്രധാനപ്പെട്ട ഗ്രാമർ പാർട്ടാണ് മാഷ് ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാ മക്കളും കൃത്യതയോട് കൂടി ശ്രദ്ധിച്ചോളൂ. യെസ്, ചാഹിയേ ആവശ്യകതാ ബോധക് അല്ലേ? ചാഹിയേ നമ്മൾ പലപ്പോഴും നമ്മൾ ഹിന്ദി ഉപയോഗിക്കുമ്പോൾ നമ്മൾ കേട്ടൊരു വേർഡാണ് ചാഹിയേ അല്ലെ? ആവശ്യകതാ ബോധകാണ്. നമുക്ക് നോക്കിക്കോ എവിടെയാണ് ഉപയോഗിക്കുന്നത്? ചാഹിയേ ഒരു ആവശ്യകതാ ബോധക് അഥവാ സഹായ ക്രിയയാണ്. ഇതെന്താണ്? ചാഹിയേ എന്നുള്ളത് എന്താണ് മക്കളെ? ഒരു സഹായ ക്രിയയാകുന്നു. ഇനി നോക്കിക്കോളൂ, ഇതിലൂടെ പറയുന്നുണ്ട്, അതായത് എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വേണം എന്ന അർത്ഥം ലഭിക്കുവാൻ ചാഹിയെ പ്രയോഗിക്കുന്നു. വേണം, നമുക്കൊരു സംഭവം വേണം അല്ലെ? നമുക്ക് എന്ത് വേണം? നമുക്ക് മിഠായി വേണം, നമുക്ക് പേന വേണം അല്ലെ? നമുക്ക് ബുക്ക് വേണം. ഇത്തരത്തിൽ നമുക്ക് എന്താണോ വേണ്ടത് ആ അർത്ഥം ലഭിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചാഹിയെ പ്രയോഗിക്കുന്നത് അല്ലെങ്കിൽ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ചാഹിയെ എന്തിനാണ് എന്നുള്ളത് എൻ്റെ മക്കൾക്ക് മനസ്സിലായല്ലോ. ഇനി നോക്കിക്കോ, എന്താണ് ഒരു വാക്യത്തിൽ അഥവാ ചാഹിയെ ഒരു വാക്യത്തിൽ എന്ത് ചെയ്യാണ്? ചാഹിയെ പ്രയോഗിക്കുമ്പോൾ ആ വാക്യത്തിലെ കർത്താവിനോട് കൂടി നിർബന്ധമായും എന്ത് ചേർത്തിരിക്കണം? കോ എന്ന് എന്ത് ചെയ്യണം? ചേർക്കണം. അതായത് ഒരു വാക്യത്തിൽ നമ്മൾ അർത്ഥപൂർണമായ ഒരു വാക്യം പറയുകയാണെങ്കിൽ ചാഹിയെ പ്രയോഗിക്കുമ്പോൾ തീർച്ചയായും, അതായത് നിർബന്ധമായും ആ സെന്റൻസ് ക്ലിയർ ആവണമെന്നുണ്ടെങ്കിൽ കർത്താവിനോട് കൂടി, ഏതാണോ അവിടെ കർത്താവ്, അതിനോട് കൂടി കോ എന്ന് ചേർത്തിരിക്കണം. അപ്പൊ എങ്ങനെയാവും സാറേ? അതെങ്ങനെയാ? ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞു തരാമോ? പറഞ്ഞു തരാമല്ലോ. സിമ്പിളാണ്. നോക്കിക്കോ, കർമ്മം അസ്പഷ്ടമാണെങ്കിൽ ക്രിയ എപ്പോഴും പുല്ലിംഗം അഥവാ ഏകവചനത്തിൽ അവസാനിപ്പിക്കണം. പുല്ലിംഗം അല്ലെങ്കിൽ ഏകവചനം എന്തിൽ എന്ത് ചെയ്യണം? അവസാനിപ്പിക്കണം എന്ന നിയമവും ഇവിടെ എന്ത് ചെയ്യാണ്? ബാധകമാകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് എക്സാമ്പിൾ നോക്കാം. തും ബാഹർ ജാനാ ചാഹിയേ. തും ബാഹർ ജാനാ ചാഹിയേ. അപ്പൊ നോക്കൂ, ഇത് ശരിയാണോ തെറ്റാണോ? നോക്കൂ, അല്ലെങ്കിൽ തുംകോ ബാഹർ ജാനാ ചാഹിയേ. തുംകോ. അപ്പൊ ഇതിൽ ഏതാണ് ശരി? യെസ്, മാഷ് ഇവിടെ ടിക്കറ്റ് ഉണ്ട്. ഇതിൽ രണ്ടാമത് പറഞ്ഞതാണ് ശരി. കാരണം ഇവിടെയുള്ള ഇത് നമ്മൾ നോക്കൂ, ഇതിൽ പറഞ്ഞതാ ഒരു വാക്യത്തിൽ ചാഹിയെ പ്രയോഗിക്കുമ്പോൾ ആ വാക്യത്തിലെ കർത്താവിനോട് കൂടി, ഇവിടെ കർത്താവ് ഏതാ? തും എന്നുള്ളതാ. നമ്മൾ ആരെയാണോ വിശേഷിപ്പിക്കുന്നത്? ഒരാളെ. അപ്പൊ തും, നീ. അപ്പൊ അതാണ് ഇവിടെ കർത്താവ്. ഇതിനോട് കൂടി അല്ലെ? നോക്കൂ, ഈ കർത്താവിനോട് കൂടി എന്ത് ചേർക്കണതാ പറഞ്ഞേക്കോ? ഇവിടെ നമ്മൾ ആദ്യത്തിലായി ചേർത്തോ തും ബാഹർ ജാനാ ചാഹിയേ. ഡയറക്റ്റ് ആയിട്ടാണ് പറഞ്ഞതാ. ഇവിടെ എന്ത് ചേർത്തിട്ടില്ല? തുമ്മിന് ശേഷം കർത്താവിനോട് കൂടി കോ ചേർക്കണം എന്ന് പറഞ്ഞു. ഇവിടെ ആദ്യത്തിലായി ചേർത്തിട്ടുണ്ടോ? സംഗതി പറഞ്ഞപ്പോ കേട്ടിരിക്കുന്ന ആൾക്ക് മനസ്സിലായി ഉണ്ടാവും അല്ലെ? പക്ഷെ എന്താണ്? കർത്താവിനോട് കൂടി എന്ത് ചേർത്തിട്ടില്ല? ഇവിടെ ഇതിൽ പറയുന്നത് പോലെ കോ ചേർത്തിട്ടില്ല. അത് ചേർത്തിട്ടാണ് രണ്ടാമത് പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, തുംകോ ബാഹർ ജാനാ ചാഹിയേ. ഇതാണ് ശരിയായിട്ട് വരുന്നത്. അപ്പൊ ഈ എക്സാമ്പിളും കൂടി എൻ്റെ മക്കളുടെ മൈൻഡിലേക്ക് വരുന്നത് കൊണ്ട് നിങ്ങൾക്ക് ക്ലിയർ ആയി മനസ്സിലായില്ലേ? അപ്പം എന്താണെന്നുള്ളത് ഇത് ഒരിക്കൽ കൂടി നമുക്ക് മനസ്സിലാക്കാം. ഒരു വാക്യത്തിൽ ചാഹിയെ പ്രയോഗിക്കുമ്പോൾ ആ വാക്യത്തിലെ കർത്താവിനോട് കൂടി നിർബന്ധമായും കോ ചേർക്കണം. അത്തരത്തിൽ ചേർത്തുകൊണ്ട് നമ്മൾ പറഞ്ഞു തുംകോ ബാഹർ ജാനാ ചാഹിയേ. ക്ലിയർ അല്ലേ? യെസ്, സെറ്റ് അല്ലേ? അപ്പൊ ഇത്തരത്തിലാണ് നമ്മൾ ഓരോ സിമ്പിളായിട്ട് ഗ്രാമർ ഇങ്ങനെ ഓരോ പാർട്ടായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് ഹിന്ദി അടിപൊളിയായിട്ട് നമുക്ക് പറയാനും അതേപോലെ എഴുതാനും ഒക്കെ സാധിക്കും. ഓക്കെ, അഗ്ലാ വീഡിയോ മേ ഫിർ മിലേഗാ. സബ്കാ बहुत बहुत शुक्रिया. बाय बाय.